പ്രിയമുള്ളവൾ. രചനാ അവതരണം മിത്രവിന്ദ. മേലേക്കാവിലെ പൂരം കഴിഞ്ഞ് ജോലിക്ക് വിടാമെന്നാണ് അവൻ അറിയിച്ചത്. സൂസമ്മ പറയുന്ന കേട്ടതും എല്ലാവർക്കും സന്തോഷമായിരുന്നു. കുറച്ച് സമയം കൂടി സൂസമ്മയോട് സംസാരിച്ച ശേഷം ഗീത ഫോൺ കട്ട് ചെയ്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. ഓ, എന്തൊക്കെ ആയാലും ശരി, ഏട്ടനത് സമ്മതിച്ചത് ഭാഗ്യമാണ് കേട്ടോ നന്ദേച്ചി. കാവില് അടുത്ത ഞായറാഴ്ച കൊടിയേറും. 5 നാൾ ഉത്സവമാ മീനഭരണിയോട് കൂടി തീരുന്നത്. മിന്നുവാണെങ്കിൽ അവളോട് വിശദീകരിച്ചു കൊടുത്തു. പിറ്റേ തിങ്കളാഴ്ച മുതൽ പോകാൻ കുഞ്ഞെ, ഉത്സവം വെള്ളിയാഴ്ച കൊണ്ട് തീരും. ഗീതമ്മ പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചു. എന്തൊക്കെയായാലും ശരി, ഭദ്രൻ നന്ദിനിയെ ജോലിക്ക് വിടാമെന്നറിയിച്ചത് അന്ന് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. നന്ദനിക്കും ആകെ ഒരു ഉന്മേഷം പോലെ. ജോലിയൊക്കെ ചെയ്യുമ്പോൾ പതിവില്ലാത്ത ഒരു ചുറുചുറുപ്പ്. ഒപ്പം 10,000 സ്വപ്നങ്ങൾ നെയ്യാനും അവൾ മറന്നില്ല. ആദ്യമായി കിട്ടുന്ന ശമ്പളം കൊണ്ട് ഭദ്രേട്ടനൊരു വാച്ച് മേടിക്കണം. പിന്നെ അമ്മയ്ക്ക് നല്ലൊരു സാരി, അമ്മൂനും മിന്നൂനും കുറച്ച് ഡ്രസ്സ്, ഓരോ ജോഡി ചെരുപ്പ്, പിന്നെ കുറേശ്ശെ പൈസ എല്ലാ മാസവും സൂക്ഷിച്ചു വെച്ച് ഏട്ടനൊരു മാല വാങ്ങിക്കൊടുക്കണം. പാവം, ആറ്റുനോറ്റ് വാങ്ങിയ മാലയാണ് തനിക്ക് തന്നത്. താലിയിട്ട് തന്ന ഈ മാല ഇനി തന്റെ മരണം വരെയും അഴിച്ചു മാറ്റില്ലെന്ന് ശപഥം എടുത്തതാണ്. അതുകൊണ്ട് ഏട്ടന് പുതിയ ഒരെണ്ണം മേടിച്ചു കൊടുത്ത് ഒന്ന് ഞെട്ടിക്കും. 10,000 രൂപയെങ്കിലും വെച്ച് മാസം കിട്ടുമോ ആവോ? കിട്ടുമായിരിക്കും. കാരണം ഏട്ടനെ അച്ചായന് വലിയ കാര്യമായ സ്ഥിതിക്ക് തനിക്കിത്തിരി ശമ്പളമൊക്കെ കൂട്ടിത്തരാം. തൊടിയിൽ നിന്ന് അമ്മ പറിച്ചുകൊണ്ടുവന്ന മത്തന്റെ ഇലയാണ്. വെള്ളം ഒഴിച്ച് നട്ട് നനച്ചതുകൊണ്ടാണ് ഈ കത്തുന്ന ചൂടിലും ഇല കിട്ടുന്നത്. അതെല്ലാം അരിഞ്ഞെടുത്ത് നാളികേരം തിരുമ്മി അരച്ച് തുവരപ്പരിപ്പും വേവിച്ചിട്ട് അവൾ തോരൻ വെച്ചു. ഉണക്കമാന്തൽ ഉണ്ടായിരുന്നു. ചതച്ചെടുത്ത് ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ കുമ്പളങ്ങയിട്ട മോര് കറിയും. സ്വപ്നലോകത്താണെങ്കിൽ പോലും നന്ദന കറികളെല്ലാം വേഗത്തിൽ വെച്ചു. അതൊക്കെ കൊണ്ട് ഗീതയ്ക്കും വളരെ ആശ്വാസമാണ്. ഞൊടിയിടകൊണ്ട് പണികൾ തീർത്ത് അടുക്കള അടിച്ചുവാരി തുടച്ചിടും അവള്. ബാക്കി നേരം കൊണ്ട് ഭദ്രം മാറിയിട്ടിട്ട് പോയ ഡ്രസ്സ് എടുത്ത് നനച്ചു പിഴിഞ്ഞിടും. പശ മുക്കാനുണ്ടെങ്കിൽ മുണ്ടെടുത്ത് മുക്കിയിട്ടിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് അത് ഇസ്തിരിപ്പെട്ടി എടുത്ത് തേച്ചു മടക്കി വയ്ക്കും. മിന്നുവിൻ്റെയും അമ്മുവിൻ്റെയും യൂണിഫോം അതിന് പ്രകാരം ചെയ്തു വയ്ക്കും. എല്ലാം നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ഒക്കെയാണ് അവൾ എന്നും ചെയ്യുന്നത്. ആടിനെ മാത്രം ആൾക്ക് പേടിയാ, ഒരു ദുരനുഭവം നേരിട്ടതുകൊണ്ട്. ഭദ്രനും പ്രത്യേകം അവളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ആട്ടിൻകൂടിൻ്റെ അടുത്തേക്ക് പോകരുതെന്ന്. പീരീഡ്സ് ആയി ഇരിക്കുന്നത് കൊണ്ട് നന്ദന ഉച്ചയോട് കൂടിയാണ് അലക്കി കുളിക്കാൻ ഇറങ്ങിയത്. ഗീതമ്മ വന്ന് അവൾക്ക് ആവശ്യത്തിന് വെള്ളം കോരി ബക്കറ്റിൽ നിറച്ചു വെച്ചു. അവൾക്ക് വയ്യാത്തതുകൊണ്ട് ഇനി വെള്ളം വലിച്ചു കയറ്റണ്ട, കാലിന് വല്ല കോച്ചിപ്പിടുത്തവും ഉണ്ടാകുമെന്ന് പറഞ്ഞായിരുന്നു. തുണിയും നനച്ചു കൊടുക്കാമെന്ന് അവര് പറഞ്ഞെങ്കിലും തനിക്കിപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നന്ദനെ അവരെ മടക്കി അയച്ചു. അപ്പോഴേക്കും നന്ദന മറ്റൊരു കാര്യം ഓർത്തു. ഒരു മോട്ടോർ പിടിപ്പിക്കണം. ഈ വെള്ളം ഇങ്ങനെ വലിച്ചു കയറ്റുന്നത് മാത്രം ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക്. ഭദ്രേട്ടൻ വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്കണം എത്ര രൂപ ശമ്പളം കിട്ടുമെന്നുള്ളത്. ഇരുന്നിട്ട് കാല് നീട്ടിയാ പോരെ നന്ദേ? അന്തരാത്മാവ് അവളോട് മന്ത്രിക്കുകയാണ്. പോരാ, എനിക്കിപ്പൊ തന്നെ നീട്ടണം, അല്ല പിന്നെ. തിരികെ അവൾ മറുപടിയും കൊടുത്തു. കുളിച്ചു കഴിഞ്ഞിറങ്ങി വന്നപ്പോഴുണ്ട് അമ്മ ഫോണും പിടിച്ച് ഇറയത്ത് നിൽക്കുന്നു. ആ മോള് വരുന്നുണ്ട്, ഞാനിപ്പോ കൊടുക്കാം. എന്താമ്മേ? ഭദ്രനാ മോളുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. ആണോ? ഒരു മിനിറ്റ് അമ്മേ, കയ്യിലെ വെള്ളം ഒന്ന് തുടയ്ക്കട്ടെ. തോർത്തു പിഴിഞ്ഞ് മുടിയെല്ലാം ഒന്നുകൂടെ ചുറ്റിക്കെട്ടി വെച്ച് അവൾ കൈ തുടച്ചുകൊണ്ട് ഫോൺ വാങ്ങി. ഹലോ ഏട്ടാ. ആ,
നീ കുളിക്കുമായിരുന്നോ? എന്താ ഭദ്രേട്ടാ ശബ്ദം വല്ലാതിരിക്കുന്നേ? പെട്ടെന്ന് അവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. അല്ല, എന്തോ ഉണ്ട്. ഏട്ടനിപ്പോ എവിടെയാ? അച്ചായൻ്റെ അടുത്ത്. ഇന്ന് പോയില്ലേ ഏട്ടാ? പോയിട്ട് വന്നതാ. എന്നാ പിന്നെ ഇങ്ങോട്ട് വന്നൂടെ? ഊണ് കഴിക്കായിരുന്നു. ഞാൻ വന്നേക്കാം. പിന്നെ ഇപ്പോ വിളിച്ചത് നിന്നോട് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ ഭദ്രേട്ടാ? അത് പിന്നെ നിന്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഇപ്പൊ അച്ചായനെ കാണാൻ വന്നു. എന്നിട്ടോ? സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് ആരോ പറഞ്ഞു കൊടുത്തു. നിന്റെ ഏതോ ഒരു കൂട്ടുകാരിയാണ് കൃഷ്ണച്ച. ഉം, അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവരെല്ലാരും കൂടി വരുന്നത്. അതിനേട്ടൻ ഒന്നിങ്ങോട്ട് വേഗം വരുമോ പ്ലീസ്? അത് പറയുകയും നന്ദന കരഞ്ഞു പോയിരുന്നു. നന്ദേ, ഉം, നീ എന്തിനാ കരയുന്നേ? അവര് വന്നിട്ട് എന്താണ് പറയാനുള്ളതെന്ന് നീ കേട്ടു നോക്ക്. എന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാ തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കുന്ന കാര്യമാ ഏട്ടൻ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വരട്ടെ, എന്താണെന്ന് നോക്കാം. അതിന് നീ ഇങ്ങനെ കരയാതെ. ഏട്ടനൊന്ന് വന്നേ പ്ലീസ്. വന്നേക്കാം പെണ്ണേ. ഏട്ടനോട് അവര് സംസാരിച്ചോ? എന്നിട്ടോ? എന്നിട്ടൊന്നുമില്ല. നീ അമ്മയുടെ ഈ ഫോൺ കൊടുത്തേ. കൊടുക്കാം. കവളിലൂടെ ഒലിച്ചിറങ്ങുകയാണ് കണ്ണീര്. അമ്മയ്ക്ക് ഫോൺ കൊടുത്ത ശേഷം നന്ദനെ അകത്തേക്ക് കയറിപ്പോയി. ഭഗവാനെ, ഗുരുവായൂരപ്പ, അരുതാത്തതൊന്നും സംഭവിക്കല്ലേ. എൻ്റെ ഭദ്രേട്ടനും ഈ കുടുംബവും മാത്രം മതി എനിക്ക്. മറ്റൊന്നും വേണ്ട. അലമാരത്തട്ടിൽ വെച്ചിരുന്ന കൃഷ്ണ വിഗ്രഹം നോക്കി അവൾ പ്രാർത്ഥിച്ചു. അമ്മയും ഭദ്രേട്ടനും തമ്മിൽ അപ്പോഴും ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് നന്ദനിക്ക് മനസ്സിലായി. കൃഷ്ണജയോട് 2 ദിവസം മുന്നേ ഫോൺ വിളിച്ച് സംസാരിച്ചു. അതും ഏട്ടൻ്റെ ഫോണിൽ നിന്ന്. എക്സാമിൻ്റെ റിസൾട്ട് എന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നവൾ. വരുണുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയായിരുന്നു. താനും അവനും തമ്മിൽ ഇഷ്ടമാണെന്നുള്ളതൊക്കെ. ഒളിച്ചോടിയ വിവരം വരെയും അവൾ അറിഞ്ഞു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് അറിയില്ല. നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു. എല്ലാം കേട്ടതും അവൾ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ആകെ കൂടി ചോദിച്ചത് ഇത്ര മാത്രം. ടീ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നും നടന്നില്ലേ? ഇല്ലടി, സത്യമായിട്ടും ആ മനുഷ്യൻ എനിക്കൊരു കിസ് പോലും തന്നിട്ടില്ല. അവളോട് പറഞ്ഞത് ഓരോ കാര്യങ്ങളോർത്ത് നന്ദന വിഷമിച്ചു നിന്നു. ഇതെല്ലാം കൂടി അവള് വീട്ടിൽ അറിയിച്ചോ? പെട്ടെന്നായിരുന്നു ഭദ്രന്റെ ബൈക്ക് മുറ്റത്ത് വന്ന് നിന്നത്. നന്ദന വെളിയിലേക്ക് ഓടിച്ചെന്നു. അവൻ ബൈക്ക് കൊണ്ടുവന്ന് ഒതുക്കി വയ്ക്കും മുന്നേ കണ്ടു ലക്ഷ്മി ചേച്ചിയുടെ വണ്ടി വരുന്നത്. അച്ഛനും അമ്മയും ആദ്യം ഇറങ്ങി. ഒരുതരം പുച്ഛഭാവത്തിലാണ് അമ്മ തങ്ങളുടെ വീടും പരിസരവും ഒക്കെ നിരീക്ഷിച്ചത്. കണ്ടിട്ട് അവജ്ഞയോടെ അമ്മ ചുറ്റിനും നോക്കി. അഴയിൽ വിരിച്ചിട്ടിരുന്ന ഉണങ്ങിയ വെള്ളത്തോർത്ത് തന്റെ തോളിലേക്ക് ഇട്ടുകൊണ്ട് ഗീതമ്മയും ഇറങ്ങി വന്നു. വിരോധമില്ലെങ്കിൽ അകത്തേക്കിരിക്കാം. ഗീതമ്മ അവരെ മൂവരെയും ക്ഷണിച്ചു. ഞങ്ങള് ഇവിടെ വിരുന്നുണ്ണാനും സൽക്കാരം സ്വീകരിക്കാനും വന്നതല്ല. നന്ദനമോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടിയാ ഇന്നീ നേരത്ത് ഇവിടെ വന്നത്. അച്ഛനായിരുന്നത് പറഞ്ഞത്. അത് കേട്ടതും ഗീതമ്മയുടെ മുഖം വാടിപ്പോയി. എന്നോട് അച്ഛനും അമ്മയ്ക്കും എന്തേലും പറയാനുണ്ടെങ്കിൽ അത് ഈ ഉമ്മറത്തിരുന്നുകൊണ്ടാവാം. അല്ലാതെ എന്നെ മാത്രം മാറ്റി വിളിച്ചു നിർത്തി സംസാരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എടുത്തടിച്ചതുപോലെയുള്ള നന്ദനയുടെ മറുപടിയിൽ എല്ലാവരും ഞെട്ടി. മോളെ, വിളിച്ചതും അവൾ മുഖം തിരിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ നോക്കി. 1 മാസം മുൻപ് ഇതുപോലെ ഞാൻ അമ്മയോടും അച്ഛനോടും ഒക്കെ ചോദിച്ചതല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാമോന്ന്? എത്ര വട്ടം പറഞ്ഞു. ഒരു കൊടിച്ചപ്പട്ടിയെ പോലെ കിടന്ന് ആവർത്തിച്ചു. അന്ന് ആരും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. നന്ദു,
കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നിന്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൃഷ്ണ പറഞ്ഞപ്പോഴാണ്. ഈ വീട്ടിൽ നീ ഇങ്ങനെ എരിഞ്ഞു കഴിയേണ്ട കാര്യമൊന്നുമില്ല. എടുക്കാനുള്ളതൊക്കെ വേഗം എടുക്ക്. എന്നിട്ട് ഇറങ്ങാൻ നോക്ക്. നമുക്ക് പോകാം മോളെ. അമ്മ അവളുടെ അരികിലേക്ക് വന്നു നിന്ന് പറഞ്ഞു. നമുക്ക് പോകാം മോളെ എന്ന ഒറ്റ വാചകത്തിൽ ചുരുങ്ങി നിൽക്കുകയാണ് ഭദ്രൻ പോലും. നന്ദുവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവളുടെ നാവിൽ നിന്നും എന്താണ് വരുന്നതെന്നറിയാൻ. ഈ വീട്ടില് ഞാൻ എരിഞ്ഞു കഴിയുകയാണെന്ന് അതിന് എന്റെ അമ്മയോട് ആരാ പറഞ്ഞേ? അത് ചോദിക്കുമ്പോൾ നന്ദുവിന്റെ നെറ്റി ചൊളിഞ്ഞു, മിഴികൾ കുറുകി. ആരും ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നിന്നെ കാണുമ്പോൾ അറിയാം മോളെ, നീ ഇവിടെ അനുഭവിക്കുന്ന യാതനകൾ. നോക്കേ, നമ്മുടെ തറവാട്ടിലായിരുന്നപ്പോൾ എങ്ങനെ ജീവിച്ച കുട്ടിയാ ഇപ്പൊ മെലിഞ്ഞ് കറുത്ത് വിളറിപ്പോയി. ഇതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാം ഞങ്ങൾക്കൊക്കെ നിന്റെ മാനസിക സമ്മർദ്ദം എത്രത്തോളം ഉണ്ടെന്ന്. പണ്ടും അമ്മ ഇങ്ങനെയാണ്. സ്വയം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും. അത് ഓർത്തുകൊണ്ട് തന്നെ നന്ദനെ അവരെ നോക്കി ഒന്ന് ചിരിച്ചു. ഈ താലി എനിക്ക് അണിയിച്ചു തന്നവന്റെ ഒപ്പം ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ കഴിയുന്നത്. അതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചാലും ശരി, എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്കെൻ്റെ ഭദ്രേട്ടനും എൻ്റെ ഗീതമ്മയും അനുജത്തിമാരും മാത്രം മതി, എൻ്റെ ജീവൻ പൊലിയും വരെയും. വളരെ കൃത്യതയോടു കൂടിയാണ് നന്ദനെ അമ്മയ്ക്കുള്ള മറുപടി കൊടുത്തത്. ഒപ്പം അച്ഛനെയും ചേച്ചിയെയും ഒന്ന് നോക്കാനും മറന്നില്ല. മോളെ, അതിനു നീ പ്രാണനെ പോലെ സ്നേഹിച്ചവൻ മറ്റൊരു പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് കഴിയുവാ. ഇവിടെ നീയോ? നിന്നെ ഈ കുരുക്കി ചാടിച്ചതുപോലും ഇവൻ ഒറ്റ ഒരുത്തനാണ്. സത്യം പറഞ്ഞാല് നിന്റെ കൂടെ കോളേജിൽ പഠിച്ച ചെറുക്കനായിരുന്നെങ്കിൽ ഞങ്ങൾ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമായിരുന്നു. ഇത് പക്ഷേ ഒരുമാതിരി. വേണ്ട മോളെ, നമുക്ക് ഈ വേന്തം വേണ്ട. നീ വാ. ഇതുപോലുള്ള ലോക്കലായിട്ടുള്ള ആളുകളുടെ ഇടയിൽ, അതും അത്രയും സാഹചര്യത്തിൽ വളർന്നു വലുതായ നീ, ഇതൊക്കെ നിന്റെ പ്രായത്തിന്റെ ഓരോ തോന്നലാണ്. വാ, അച്ഛൻ പറയട്ടെ. അത്ര നേരവും മിണ്ടാതെ നിന്നിരുന്ന അച്ഛൻ വന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു. എത്രയൊക്കെ വലിയ ജീവിത സാഹചര്യത്തിൽ വളർന്നവളാണെങ്കിൽ പോലും എനിക്ക് ഈ വീട് സ്വർഗമാണ് അച്ഛാ. മറ്റേതൊരു പുരുഷന്റെ കൈകളിൽ അച്ഛൻ എന്നെ പിടിച്ചേൽപ്പിച്ചാലും ശരി, ഇവിടെ എനിക്ക് കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും അവരിൽ നിന്നൊന്നും ലഭിക്കില്ല. അത്രയ്ക്ക് പൊന്നുപോലെയാണ് എന്നെ എൻ്റെ ഭദ്രേട്ടൻ നോക്കുന്നത്. അതുകൊണ്ട് വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ പോകാം. വെറുതെ എന്തിനാ ഈ ലോക്കലായിട്ടുള്ള ആളുകളുടെ മുറ്റത്ത് വന്ന് സമയം കളയുന്നത്? നന്ദു അച്ഛനെ ലക്ഷ്മി ചേച്ചിയെ നോക്കി പറഞ്ഞു. നന്ദു, ഇപ്പൊ പറയുന്നത് പോലെ ഒന്നുമല്ല. ഇതൊക്കെ അങ്ങ് പോകും. ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നീ അറിയാൻ പോകുന്നേ. നിനക്ക് നല്ലൊരു നിലവാരത്തിൽ ജീവിക്കണമെങ്കിൽ, അതേപോലെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിലൊക്കെയും വേണ്ടത് പണമാണ് മോളെ. ആവശ്യത്തിന് പണം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷത്തോടെ കഴിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അച്ഛനും അമ്മയും ഒക്കെ പറയുന്ന കേട്ട് നീ ഇറങ്ങി വാ. അടുത്തത് ലക്ഷ്മി ചേച്ചിയുടെ ഊഴമായിരുന്നു. എന്താണ് മിണ്ടാതെ നിൽക്കുന്നതെന്ന് ഓർത്തു വരികയായിരുന്നു. നന്ദന ചേച്ചിയെ നോക്കി ചിരിച്ചു. ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ മാത്രം സന്തോഷത്തോടെ കഴിയാൻ പറ്റുമെന്നല്ലേ ചേച്ചി ഇപ്പൊ പറഞ്ഞത്? അത് സത്യമാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യത്തിന് പണമുണ്ട്. അതിനേക്കാൾ ഉപരി സന്തോഷവും. എൻ്റെ ഭദ്രേട്ടനെ വിട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് വരണമെങ്കിൽ നന്ദനയ്ക്ക് ഈ ജന്മം മതിയാവില്ല ചേച്ചി. അത്രയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുകയാണ് ഈ മനുഷ്യൻ. എൻ്റെ ഭദ്രേട്ടനെ കൂടാതെ ഒരു നിമിഷം പോലും ഈ നന്ദനയ്ക്കില്ല. നിങ്ങൾ വന്നത് വന്നു, പക്ഷെ ഇനി ഇത് ആവർത്തിക്കരുതേ പ്ലീസ്. നിന്റെ തീരുമാനത്തിന് മാറ്റമില്ലല്ലോ അല്ലേ? ലക്ഷ്മി വീണ്ടും ചോദിച്ചു. അത് തന്നെയായിരുന്നു അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ മനസ്സിൽ. തുടരും.